പശ്ചിമേഷ്യയിൽ നിന്ന് സമാധാനം ഇറങ്ങിപ്പോയിട്ട് ദിവസങ്ങളായി. 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം മേഖലയിൽ വീണ്ടും അശാന്തി പടരുകയുമാണ്. US ശക്തി തകർക്കാൻ തന്ത്രപരമായ നീക്കങ്ങളാണ് ഇറാൻ നടത്തുന്നത്. പശ്ചിമേഷ്യയിൽ അമേരിക്ക ആധിപത്യം സ്ഥാപിക്കുന്നത് തന്നെയാണ് ഇറാനെ അസ്വസ്ഥമാക്കുന്നതും. അതിനാൽ തങ്ങളുടെ ആവനാഴിയിലെ അവസാന ആയുധവും എടുത്ത് പ്രയോഗിക്കാൻ ഇറാൻ തയ്യാറാകുമെന്നത് യാഥാർത്ഥ്യം. അത്തരമൊരു തന്ത്രപരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സാങ്കേതികമായി ഏറെ മികച്ചതും കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കാവുന്ന ഖൈബർ ഷെക്കാൻ മിസൈലുകളാണ് ഇറാന്റെ പ്രതിരോധ മുനമ്പിൽ ഇപ്പോൾ ആദ്യം ഇടം നേടിയതെന്നാണ് റിപ്പോർട്ടുകൾ. അതെ, ഖൈബർ ഷെക്കാൻ മിസൈലുകൾ US സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിടുന്നതായി വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. മുൻകാല ആക്രമണങ്ങളുടെ പരാജയങ്ങളിൽ നിന്ന് പുതുപാഠങ്ങൾ ഉൾപ്പെടുത്തി സ്വന്തം തന്ത്രങ്ങൾ പുതുക്കിയാണ് ഇറാന്റെ ഈ പുത്തൻ നീക്കമെന്നാണ് വിലയിരുത്തൽ. എന്താണ് ഇറാന്റെ ഖൈബർ ഷെക്കാൻ എന്ന വജ്രായുധം? യുദ്ധക്കളത്തിൽ ഇത് അമേരിക്കയ്ക്ക് എങ്ങനെ തിരിച്ചടിയാകും? നമുക്ക് പരിശോധിക്കാം. ഞാൻ അമ്മു. ഖര ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഇടത്തരം പ്രഹരശേഷിയുള്ള ബലിസ്റ്റിക് മിസൈലാണ് ഖൈബർ ഷെക്കാൻ. കുറഞ്ഞത് 1400 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ഇറാൻ വികസിപ്പിച്ച ഈ മിസൈലുകൾക്ക് പശ്ചിമേഷ്യയിലുടനീളമുള്ള US ഇസ്രയേൽ സൈനിക താവളങ്ങളെ എളുപ്പത്തിൽ ലക്ഷ്യമിടാൻ സാധിക്കും. അതുതന്നെയാണ് ഇതിന്റെ പ്രധാന നേട്ടവും. പരമ്പരാഗത ബലിസ്റ്റിക് മിസൈലുകളിൽ നിന്ന് ഖൈബർ ഷെക്കാനെ വ്യത്യസ്തമാക്കുന്നത് അതിന്റെ പ്രവർത്തനക്ഷമതയാണ്. അതായത് ദ്രവ ഇന്ധനം ഉപയോഗിക്കുന്ന പഴയ മിസൈലുകൾ വിക്ഷേപിക്കുന്നതിന് മുൻപ് മണിക്കൂറുകളോളം ഇന്ധനം നിറയ്ക്കുന്ന പ്രക്രിയ ആവശ്യമാണ്. എന്നാൽ ഖൈബർ ഷെക്കാൻ മിസൈലുകൾ എപ്പോഴും ഇന്ധനം നിറച്ച് സജ്ജമാക്കി വെക്കാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല, വലിയ ട്രക്കുകളിലോ മറ്റ് വാഹനങ്ങളിലോ മിസൈൽ വിക്ഷേപണ സംവിധാനങ്ങൾ വേഗത്തിൽ ഘടിപ്പിച്ച് ഏത് സ്ഥലത്തേക്കും എളുപ്പത്തിൽ മാറ്റാം. പെട്ടെന്ന് വിക്ഷേപിച്ച് സ്ഥലം മാറാൻ കഴിയുന്നതിനാൽ ഇറാന്റെ മിസൈൽ കേന്ദ്രങ്ങൾ തകരാൻ കാത്തിരിക്കുന്ന US ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾക്ക് ഇവയെ കണ്ടെത്തുക പ്രയാസകരമാണ് എന്നതാണ് പ്രധാന പ്രത്യേകത. US-ന്റെ ഇസ്രയേലിന്റെയും അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ പ്രത്യേക തന്ത്രങ്ങളാണ് ഇറാൻ ഉപയോഗിക്കുന്നത്. മണിക്കൂറിൽ ഏകദേശം 10,000 കിലോമീറ്റർ വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കുന്ന ഖൈബർ ഷെക്കാന്റെ അഗ്രഭാഗത്ത് ചെറിയ എഞ്ചിനുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ലക്ഷ്യസ്ഥാനത്തോട് അടുക്കുമ്പോൾ മിസൈലിന്റെ പ്രധാന ഭാഗത്ത് നിന്ന് സ്ഫോടക വസ്തു അടങ്ങിയ അഗ്രഭാഗം വേർപെടുകയും ഈ ചെറിയ എഞ്ചിനുകൾ ഉപയോഗിച്ച് യാത്രാമാർഗം മാറുകയും ചെയ്യുന്നു. മണിക്കൂറിൽ കിലോമീറ്റർ വേഗങ്ങളിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കുന്ന ഖൈബർ ഷെക്കാന്റെ അഗ്രഭാഗത്ത് ചെറിയ എഞ്ചിനുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ലക്ഷ്യസ്ഥാനത്തോട് അടുക്കുമ്പോൾ മിസൈലിന്റെ പ്രധാന ഭാഗത്തു നിന്ന് സ്ഫോടക വസ്തു അടങ്ങിയ അഗ്രഭാഗം വേർപെടുകയും ഈ ചെറിയ എഞ്ചിനുകൾ ഉപയോഗിച്ച് യാത്രാമാർഗം മാറ്റുകയും ചെയ്യുന്നു. ഇതോടെ മിസൈലിന്റെ പാത മുൻകൂട്ടി പ്രവചിക്കാൻ സാധിക്കാതെ വരുന്നു. അതിനാൽ ഭീമൻ രാജ്യങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ വിഡ്ഢികളാക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഇറാന്റെ കയ്യിലെന്ന് ഇവിടെ നിർണായകമായ കാര്യമാണ്. വ്യത്യസ്ത വേഗം, യാത്രാമാർഗങ്ങൾ, അത്യാധുനിക ടെക്നോളജികൾ എന്നിവ ഇടകലർത്തി US-ന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളായ പാട്രിയറ്റ്, താഡ് പോലുള്ളവയെ ആശയക്കുഴപ്പത്തിലാക്കാൻ ഇറാനിയൻ സേനയ്ക്ക് സാധിക്കുന്നുണ്ട് എന്ന് US ഉദ്യോഗസ്ഥർ വരെ പറയുന്നുണ്ട്. ഖൈബർ ഷെക്കാൻ മിസൈലുകൾക്കൊപ്പം വേഗതയേറിയ ഡ്രോണുകളും ചെലവ് കുറഞ്ഞ മറ്റ് മിസൈലുകളും ഒരുമിച്ച് വിക്ഷേപിക്കുന്ന ശൈലിയാണ് ഇറാൻ ഇപ്പോൾ പിന്തുടരുന്നത്. ഇത് പ്രതിരോധ റഡാറുകളിൽ അമിതഭാരം ഉണ്ടാക്കുകയും US സൈനിക താവളങ്ങൾ, റഡാർ കേന്ദ്രങ്ങൾ, സൈനികരുടെ താമസ സ്ഥലങ്ങൾ എന്നിവയെ കൃത്യമായി ആക്രമിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. യുദ്ധത്തിൽ ഇറാന്റെ ഈ നീക്കം സാമ്പത്തികമായും വലിയ നേട്ടമുണ്ടാക്കുന്നു എന്ന് പറയാം. കാരണം ഒരു ഖൈബർ ഷെക്കാൻ മിസൈലിന്റെ നിർമ്മാണ ചെലവ് ഇറാൻ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല എങ്കിലും US-ഉം ഇസ്രയേലും ഇവയെ തടയാൻ ഉപയോഗിക്കുന്ന ഇന്റർസെപ്റ്റർ മിസൈലുകളെക്കാൾ വളരെ കുറഞ്ഞ വില മാത്രമാണ് ഇതിനുള്ളത് എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇറാൻ തൊടുത്തുവിടുന്ന കുറഞ്ഞ ചെലവിലുള്ള ഒരു മിസൈലിനെ തകർക്കാൻ കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന പ്രതിരോധ മിസൈലുകൾ US-ന് ഉപയോഗിക്കേണ്ടി വരുന്നു. ഇത് നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിൽ US-നും സഖ്യകക്ഷികൾക്കും വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഉണ്ടാക്കിവെക്കുന്നത്. മുൻപത്തെ ആക്രമണങ്ങളിൽ നിന്ന് അനുഭവിച്ച വീഴ്ചകളും പാഠങ്ങളും കാര്യമായി തന്നെ വിലയിരുത്തി അവ പഠിച്ച് ഇറാൻ അവരുടെ സാങ്കേതിക വിദ്യ മെച്ചപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് സൈനിക വിദഗ്ധർ വിലയിരുത്തുന്നത്. യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഇറാന്റെ പക്കൽ ഖൈബർ ഷെക്കാൻ ഉൾപ്പെടെയുള്ള ഏകദേശം 2500 ഇടത്തരം ബലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടായിരുന്നു. ഇതാണ് US ഇസ്രയേൽ രഹസ്യാന്വേഷണ ഏജൻസികളുടെ നിഗമനം. ഇവയിൽ ഭൂരിഭാഗവും ഭൂഗർഭ താവളങ്ങളിൽ സൂക്ഷിച്ചിരിക്കുകയുമാണ്. ഇതിൽ ചില മിസൈൽ നിർമ്മാണശാലകൾ തകർക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നിലവിലുള്ള ഘടകഭാഗങ്ങൾ ഉപയോഗിച്ച് രഹസ്യ താവളങ്ങളിൽ മിസൈലുകൾ വീണ്ടും കൂട്ടിയോജിപ്പിക്കാൻ ഇറാന് സാധിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്.
ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസിന് നേരെയും ഇത്തരം മിസൈലുകൾ ഉപയോഗിച്ച് ഇറാൻ ആക്രമണം നടത്തിയത് ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ ചർച്ചയായിരുന്നു. ഭൂരിഭാഗം മിസൈലുകളും പ്രതിരോധിക്കാൻ സാധിച്ചുവെന്ന് ഇസ്രയേലും യുഎസും അവകാശപ്പെടുമ്പോഴും ചില മിസൈലുകൾ പ്രതിരോധ തടസ്സങ്ങൾ ഭേദിച്ച് ലക്ഷ്യസ്ഥാനത്ത് പതിച്ചിട്ടുണ്ടെന്ന് വാൾസ്ട്രീറ്റ് ജേർണലിനോട് യുഎസ് ഉദ്യോഗസ്ഥർ സമ്മതിക്കുന്നുമുണ്ട്. സംഭവം പശ്ചിമേഷ്യയിൽ പരമ്പരാഗത യുദ്ധരീതികളിൽ നിന്ന് മാറി കുറഞ്ഞ ചെലവിൽ ഉയർന്ന കൃത്യതയുള്ള ആധുനിക മിസൈലുകൾ ഉപയോഗിച്ച് അമേരിക്കയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കാൻ ഇറാന് സാധിക്കുന്നുണ്ട് എന്നതിൻ്റെ ഒരു വലിയ ഉദാഹരണം തന്നെയാണ് ഖൈബർ ഷെക്കാന്റെ വിജയം. അതിൽ ഒരു സംശയവുമില്ല. കേവലം സൈനിക ശക്തിയേക്കാൾ ഉപരി കുറഞ്ഞ ചെലവിൽ ശത്രുവിന്റെ വ്യോമ പ്രതിരോധ നിരയെ താറുമാറാക്കുന്ന ശാസ്ത്രീയവും തന്ത്രപരവുമായ രീതിയാണ് ഇറാൻ നടപ്പാക്കുന്നത് എന്ന് സാരം.